താമരശ്ശേരി ചുരത്തിൽ കൊക്കയിലേക്ക് വീണ് യുവാവ് മരിച്ചു. യാത്രക്കിടയിൽ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളയം സ്വദേശിയായ അമലാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്നാണ് അതിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും തത്സമയം ചെയ്യുന്നത്. അഭി, ഈ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ മൂത്രമൊഴിക്കാൻ വാഹനത്തിൽ നിറങ്ങിയപ്പോൾ കൊക്കയിലേക്ക് കാൽവഴുതി വീണു എന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നു അമൽ? ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരാണോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? പ്രജിൻ, പുലർച്ചെ ഒരു 2 മണിയോടടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇദ്ദേഹം, ഈ അമൽ ഉൾപ്പെടെയുള്ള 13 പേർ വയനാട്ടിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്നു. വടകര വളയം സ്വദേശിയാണ് അമൽ. അതിനിടയിൽ ഈ താമരശ്ശേരി ചുരം കയറുന്നതിനിടെ 9ാം വളവിൽ വെച്ച് മൂത്രമൊഴിക്കാനായി വാഹനം നിർത്തുകയായിരുന്നു. ഈ ട്രാവലർ സൈഡിൽ ചേർത്ത് നിർത്തി. തുടർന്ന് അമൽ പുറത്തേക്കിറങ്ങി. അതിനിടയിലാണ് അബദ്ധത്തിൽ അമൽ ഈ കൊക്കയിലേക്ക് വീഴുന്നത്. പിന്നാലെ ഈ ഒപ്പമുണ്ടായിരുന്നവർ ഈ വിവരം കാണുകയും തുടർന്ന് അവർ ഒരു രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അങ്ങനെ കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അമലിനെ പുറത്തെടുക്കുന്നത്. അപ്പോഴേക്കും അമലിന്റെ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജൻ, ഏതായാലും ഏറെ ദാരുണമായ സംഭവം. വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായതും അമൽ എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. നിലവിൽ അമലിന്റെ മൃതദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജി, യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ദാരുണമായ അപകടം തന്നെയാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ അഭി വ്യക്തമാക്കുന്നുണ്ട്, അല്ലെ? അത് തന്നെ ഒരു അപകട വാർത്ത, അതൊരു മരണ വാർത്തയിൽ തുടങ്ങേണ്ടി വന്നു നമുക്ക് ഇന്ന്. പക്ഷേ നോക്ക്, ആ വാർത്തയുടെ ഒരു ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത്, അല്ലെ? ഒരു എന്താണ് പറയുക, രാത്രിയിൽ മൂത്രമൊഴിക്കാൻ തോന്നി, ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാലെടുത്ത് വെക്കുന്നത് കൊക്കയിലേക്കാണ്. വിനോദയാത്രയ്ക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഓരോ സമയത്തും ജാഗ്രത വേണമെന്നതിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. യെസ്.